ഈ പീറ ചെറുക്കൻ ഒരിക്കലും സത്യം അറിയാൻ പാടില്ല. ഇവരെ വെച്ച് വേണം എനിക്ക് വിലപേശൻ. ഈ കാട് മുഴുവൻ എന്റെ അധീനതയിലാക്കണം. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ സ്വർണവും രത്നവും എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. മോനെ, അങ്കിള് മീനെ പിടിച്ചു തരാം. ഓ, ഈ പൊരട്ട ചെറുക്കൻ മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ലാന്ന് തോന്നേ. മോനെ, നിനക്ക് ഞാൻ ഈ ചൂണ്ടയിലെ മീനെ പിടിച്ചിട്ട് ഇങ്ങനെ തോട്ടിലിട്ടിട്ട് അത് അത് തന്നെ അണ്ണാച്ചി മോനെ മീനെ പിടിച്ച് ചട്ടിയിലിട്ട് തരാ. മോനെ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ. വാ, ജിഞ്ചിനാക്കിട്ട് സയന്റിസ്റ്റ് രാജു, നിന്നെ ആർക്കും മനസ്സിലായിട്ടില്ല. നീ ഒരു കില്ലാടി തന്നെ. ശരിയാണ്, ഒരുപക്ഷെ നമുക്ക് ഇക്രുവിലേക്ക് ടീച്ചറിലേക്കും ഇതിലൂടെ എത്താൻ പറ്റുമായിരിക്കും. നടക്ക്. നീ ഇങ്ങനെ കരയില്ല പുള്ള, അവൻ തിരിച്ചു വരൂ. എന്റെ മോന് വരാണ്, ഞാൻ സമാധാനത്തോടെ ഇരിക്കില്ല ചാച്ചി. നീ ഇങ്ങനെ കരഞ്ഞ എന്ത് കിട്ടും? നീ കരയാതിരിക്ക്. എന്റെ പുള്ള എവിടെ പോയിന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ വെറും കിളന്ത. അവൻ ഈ കാടിനെ പറ്റി ഒന്നും അറിയില്ല. അവൻ എവിടെ പോയി കുടുങ്ങി എന്റെ കാട്ട മുത്തപ്പ. ടീച്ചർ അവരെന്താ പറയുന്നേ? ആർക്കറിയടാ. എനിക്ക് തോന്നുന്നേ ഇവരെ മോനെ എങ്ങനെയും കാണുന്നില്ലാന്ന്. നീ ഞാൻ പറയുന്ന കേക്ക്. നിന്റെ മകന് വേണ്ടി നീ കരഞ്ഞിരിക്കല്ല വേണ്ടത്. ഇവരെ എടുത്ത് ഇതിലിട്ടിട്ട് നീ പുഴുങ്ങിയെടുക്ക്.
അണ്ണാ ഇനി നമ്മൾ അവിടെ നോക്കും നമ്മുടെ കൊച്ചേർക്കനെ എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? കൊച്ചേർക്ക നീ എവിടെ? നടക്കിങ്ങോട്ട്. എന്റെ ദൈവം, ഇത് വലിയ ശല്യായല്ലോ. നീൻ എന്താ വെച്ച് പിടിച്ചതില്ല, നീനെ കൂടെ വരാനാ പറഞ്ഞേ. മിണ്ടാതിരിക്കാനും നിന്നോട് പറഞ്ഞു. ഈ സയന്റിസ്റ്റ് രാജു ആരാന്ന് നിനക്ക് അറിയില്ല. ഇതിനോട് നല്ലോണം പറഞ്ഞാൽ മനസ്സിലാവും തോന്നില്ല. ഇതിനെവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടണം. മീനയാ പിടിച്ചതിന് തീരെ കൂടെ വാ. ഇതിനോട് നന്നായി പറഞ്ഞാൽ മനസ്സിലാവൂല. ഇങ്ങോട്ട് വാടാ. മോളെ സയന്റിസ്റ്റ് രാജു അല്ലേ അത്? അതേമ്മേ, അയാൾക്ക് ഈ കാട്ടിലെ പണി. എന്റെ മോളെ ആ മാജിക് ഹോൾ ഉണ്ടാക്കിയത് തന്നെ ഇയാളാ. അമ്മ എന്തേ പറയുന്നേ? അതേ മോളെ, ഇയാൾ ഉണ്ടാക്കിയ മാജിക് ഹോളിലൂടെ അബദ്ധത്തിൽ നിങ്ങൾ ഇതിനുള്ളിലെത്തിയ അതേ മാജിക് ഹോളിലൂടെ നിന്റെ അമ്മ ഇതിലെത്തിയ. അപ്പൊ എല്ലാത്തിനും തുടക്കം കുറിച്ചത് ഇയാളാ. അല്ല, അയാളുടെ കയ്യിൽ ഏതൊരു കുട്ടി. അതൊന്നും അറിയില്ലമ്മേ. ഒന്നും ഉറപ്പാ, ആ കുട്ടി അയാൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാ. മോളെ, ഒരുപക്ഷെ ആ കുട്ടിയിലൂടെ നമുക്ക് നമ്മുടെ ടീച്ചറെയും കുട്ടികളെയും കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതേമ്മേ, എനിക്ക് അങ്ങനെ തോന്നേ. പക്ഷെ അയാളെ പിന്തുടരണം. അയാളെ കുട്ടി എന്തോ ഉപദ്രവിക്കാൻ പോവാ. അതേ മോളെ, ആ കുട്ടിയെ കണ്ടിട്ട് സാധാരണ കുട്ടികളെ പോലെ തോന്നുന്നില്ല. ഈ കാടുമായി ജീവിക്കുന്ന ആൾക്കാരുടെ കുട്ടികളെ പോലെയുണ്ട്. അതേമ്മേ, എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. അവനെ പിന്തുടർന്ന് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമ്മളെ രക്ഷിച്ചെടുക്കണം. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്തിനായിരിക്കും സയന്റിസ്റ്റ് രാജു അങ്ങനെ മാജിക് ഹോൾ ഉണ്ടാക്കിയത്? ഒന്നുറപ്പാ മോളെ, അതൊരിക്കലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല, വേറൊന്ന് ദുഷിച്ച കാര്യത്തിന് വേണ്ടിയാണ്. ഇന്റമ്മ സംസാരിച്ചത് സമയമില്ല, വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പിന്തുടരണം. ശരി മോളെ.